ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആയാലോ? ഇത് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹായ് ഓൾ, ഇന്ന് ഞാൻ ഒരു മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യമായിട്ട് പറയുന്നു ഒന്ന് മേക്കപ്പിൻ്റെ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ കുറേ പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഇടാതിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഞാനൊരു മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് എന്നാൽ എല്ലാം ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ റൂഷോ കോണ്ടൂറിങ്ങോ ഹൈലൈറ്ററോ അങ്ങനെയൊന്നും ഇടുന്നില്ല. കാരണം നമ്മുടെ പ്രായക്കാർക്ക് അതൊക്കെ ഇടുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ സാധാരണ എങ്ങനെയാണ് നല്ലൊരു മേക്കപ്പ് എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകാൻ, എന്തെങ്കിലും ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു മേക്കപ്പ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം പിന്നെ ഒരു ഹൈപ്പും കൂടെ ഉണ്ടല്ലോ, അത് ചിലപ്പോഴൊന്നും എനിക്ക് കാണാറില്ല, ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്യുക. അപ്പം ഇപ്പം ഞാൻ മുഖമെല്ലാം കഴുകിയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുഖത്തൊക്കെ ഒരുപാട് രോമം ഉള്ളവരാണെങ്കിൽ ഒരു ലേഡീസ് റേസർ വാങ്ങാൻ കിട്ടും. വാങ്ങിച്ച് നല്ല അലോവേറ ജെല്ല് നല്ലോണം പുരട്ടിയിട്ട് ഒന്ന് പതുക്കെ ഷേവ് ചെയ്യുക. ഷേവ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല ഒരു കോൾഡ് കംപ്രസ് കൊടുക്കുക. കോൾഡ് കംപ്രസ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഒരു ഐസ് പാക്കോ അല്ലെങ്കിൽ ഇനി ഐസിൻ്റെ കട്ടയായാലും മതി, അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഒന്ന് കൊടുക്കുക. അപ്പോൾ സ്കിൻ നല്ല ടൈറ്റാവും, പോസ് എല്ലാം നല്ല അങ്ങ് കുറച്ച് ഷ്രിങ്കാവും. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ ചെറിയ ടിപ്പുകളാണ്. പിന്നെ നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുക. അതിനുശേഷം സൺസ്ക്രീൻ ഉള്ളവരാണെങ്കിൽ സൺസ്ക്രീൻ ഇടുക. ഞാൻ ചിലപ്പോഴൊക്കെ മേക്കപ്പ് ഒരുപാട് ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ ഇടാറില്ല, പക്ഷേ സൺസ്ക്രീൻ ഇട്ടും ചെയ്യാം. സൺസ്ക്രീൻ ഇട്ടിട്ടും കാണിച്ചു തരാം. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കഴിഞ്ഞിട്ട് നല്ല ഒരു പ്രൈമർ കൊടുക്കുക. പ്രൈമർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രോമകൂപങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചൊന്ന് വികസിച്ചിരിക്കൂലേ, അപ്പോൾ അതെല്ലാം ഒന്ന് ചുരുങ്ങും, അതൊന്ന് കാണാൻ മറയത്താവും. അപ്പോൾ അത് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ക്യാൻവാസ് കിട്ടും നമ്മുടെ മുഖത്തിന് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം നല്ലൊരു പ്രൈമർ ഇടുക. അതിനുശേഷം ഒരുപാട് ഫൗണ്ടേഷൻ വാരി ഇടരുത്, വളരെ ലൈറ്റായിട്ട് ഇടാവും. കാരണം നമ്മുടെ സ്കിന്നൊക്കെ ലൂസ് സ്കിന്നാണ് ഒരു ഏജ് കഴിഞ്ഞാൽ. ഇനി എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും കുറച്ചൊരു ലൂസ് കാണും, കുറച്ച് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കാണും. അപ്പോൾ ഒത്തിരി ഫൗണ്ടേഷനും ഒത്തിരി കൺസീലറും കറക്റ്ററും ഒക്കെ ഇടുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ചൊരു ഈ കറുത്തപ്പാടോ കുറച്ച് റിങ്കിൾസോ ഫൈൻ ലൈൻസോ ഒക്കെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കാനുള്ള കാര്യമില്ല. കാരണം അതൊക്കെ ഇരിക്കുമ്പോൾ അത് മറയ്ക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കൂടുതൽ വൃത്തികേടായിട്ടേ നമുക്കിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചൊരു ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ മുഖത്തിന് വരുത്താനുള്ളത്. നമ്മുടെ സൗന്ദര്യം കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യുക. സൗന്ദര്യം എൻഹാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പുരികം നന്നാക്കുക, നമ്മുടെ ലിപ്സ് ഒന്ന് നന്നാക്കുക, പിന്നെ കണ്ണിൻ്റെ ചുറ്റാകമുള്ള കറുപ്പൊന്ന് കുറച്ചൊന്ന് മറയ്ക്കുക. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും. അപ്പം ഇത് പിന്നെ ഒരു പൊട്ടുമൊക്കെ ഇടുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ നമ്മളെയൊക്കെ പ്രായമുള്ളവർ ഇരിക്കും. പക്ഷേ ഒരുപാട് മേക്കപ്പ് വാരി ഇടുന്ന സമയത്ത് പിന്നെ ഗ്ലോയി മേക്കപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊന്നും നമുക്ക് സ്യൂട്ട് ആവത്തില്ല. നമുക്ക് കുറച്ച് മാറ്റ് ഫിനിഷുള്ള മേക്കപ്പ് ആയിരിക്കും നല്ലത്. ഈ ഗ്ലോയി ഫിനിഷ് ഇടുന്ന മേക്കപ്പ് എന്ന് പറയുമ്പം അത് വന്നിട്ട് നമ്മുടെ ഈ ലൈൻസ് എല്ലാം വികസിപ്പിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനെ ആകരുത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മോയ്സ്ചറൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസറും ഉണ്ട്. ഇത് സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഞാനൊരു കുഞ്ഞു ബോട്ടിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ആ ബോട്ടിൽ ഒത്തിരി വലുതാണ്. അപ്പോൾ അതൊരു ഞാൻ ചെറിയൊരു ബോട്ടിലെടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ സിറ്റാഫിലുണ്ട്. ഇതിൽ ഹൈലറോണിക് ആസിഡുള്ള മോയ്സ്ചറൈസറാണ്. ഇതൊരു ജെൽ ടൈപ്പാണ്, ഇതൊരു ക്രീം ടൈപ്പാണ്. നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ, ചിലരുടെ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആണ്, അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസം മുന്നേ തന്നെ സ്കിൻ പ്രിപ്പറേഷൻ ഒന്ന് തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആകുമ്പം കുറച്ചൊരു ഹൈഡ്രേഷൻ കൊടുക്കും. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈഡ്രേഷൻ കൊടുക്കും. അതൊക്കെ നല്ലതാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, സ്കിന്ന് ഡ്രൈ ആകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിറച്ച് വെള്ളം കുടിക്കുക. ഈ വെള്ളത്തിനോളം വരില്ല ബാക്കിയൊന്നും. തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളുടെ സ്കിൻ നല്ല പ്ലം ആയിട്ടിരിക്കാൻ, ഈ വരകളൊന്നും പെട്ടെന്ന് കൂടുതലാകാതിരിക്കാനൊക്കെ ജലാംശം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ജലാംശം കൂടുതലുണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന ഈ മോയ്സ്ചറൈസറാണ്, സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതൊരു ക്രീം ടെക്സ്ചറാണ്. ഇത് തീർന്നു പക്ഷേ ഓക്കെ, ഇതൊരു ജെൽ ടൈപ്പാണ്. അപ്പോൾ സിറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ കുറച്ചെടുക്കുക, നന്നായിട്ട് ഇടുക.
ഓരോന്നും ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ഓരോന്നും ഇടുന്നതിൻ്റെ ഇടയിലും നിങ്ങൾ സമയം കൊടുക്കുക. സമയം എടുത്ത് ചെയ്യുന്ന മേക്കപ്പാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും വേണം. നിങ്ങൾ ഒന്നിട്ട് തൊട്ട് പുറകെ മറ്റൊന്നിട്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ കുളമാകും. അപ്പോൾ ഒന്നിട്ട് കഴിഞ്ഞാൽ അടുത്തതിന് സമയം കൊടുക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തത് തുടങ്ങാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ മോയ്സ്ചറൈസർ, ഇത് സിറ്റാഫിലിൻ്റെയാണ്. ഇത് ഞാൻ ബോട്ടിലാക്കി വെച്ചെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ ക്രീം ഉണ്ടെങ്കിൽ ഐ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഐ ക്രീം ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, കാരണം ഈ മോയ്സ്ചറൈസറൊക്കെ തന്നെ നമ്മുടെ ഐസിന് ചുറ്റും ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൂടെ അവിടെയും കൂടെ കവർ ചെയ്യുക. ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സിലും ഒരു ലിപ് ബാം പുരട്ടി വെക്കുക. അപ്പം ലിപ്സ്റ്റിക് ഇടാൻ നേരത്ത് ആ ലിപ്സിൻ്റെ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്നതെല്ലാം അങ്ങ് മാറിക്കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക, മുഖവും മോയ്സ്ചറൈസ് ചെയ്യുക. നല്ലോണം മുഖം മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നല്ല ഒരു രീതിയിൽ മേക്കപ്പ് ഇടണമെങ്കിൽ നല്ല മുഖം പ്രിപ്പയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഞാൻ കൂടുതലും ഈ മിറർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അപ്പോഴേ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇത് മാഗ്നിഫൈങ് മിററാണ്. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രായക്കാർ ഇതേപോലെ ഒരു മാഗ്നിഫൈങ് മിറർ വാങ്ങിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് കണ്ണട വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതുപോലെ ഒരു മാഗ്നിഫൈങ് മിറർ ഉണ്ടെങ്കിൽ കണ്ണടയുടെ പ്രയോജനം ചെയ്യും. നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ റേഞ്ച് അനുസരിച്ച് നിങ്ങളൊരു മാഗ്നിഫൈങ് മിറർ വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 10Xൻ്റെ. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഐബ്രോസ് എഴുതാനും കണ്ണിൽ മേക്കപ്പ് ചെയ്യാനും എല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ പറ്റും. നല്ലവണ്ണം മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ് ആവും മുഖം. എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കഴുത്തും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. കഴുത്തും ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴുത്തിനൊരു കളറ് മുഖത്തിനൊരു കളറാകുമ്പോൾ അത് ഇച്ചിരി വൃത്തികേടായിട്ട് പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ചുരിദാറോ അങ്ങനെയൊക്കെ വല്ലതും ഇടുന്നവരാണെങ്കിൽ ഇത് വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ സാരി ബ്ലൗസൊക്കെ ഇടുമ്പോൾ നെക്കെല്ലാം നല്ല തുറന്നിരിക്കണമുണ്ട്, അത് ഒരുപാട് വൃത്തികേടായിട്ട് തോന്നും. ഇപ്പം മോയ്സ്ചറൈസർ ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല. സൺസ്ക്രീൻ ഇടാതെ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന എൽഫിൻ്റെ പ്രൈമറാണ്. ഈ പ്രൈമർ ഓൺലൈനിലും കിട്ടും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ ഓൺലൈനിൽ കിട്ടുമെന്ന്. ഇതിപ്പം എൻ്റെ മോള് വെളിയിൽ നിന്ന് പുറത്തുനിന്ന് കൊടുത്തു വിട്ടതാണ്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൈമേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലും. അതിൻ്റെ ലിങ്കും ഞാൻ ഇട്ടേക്കാം. നമ്മുടെ ഒക്കെ ഏജുകാർക്ക് വലിയ ഓയിലി ഒന്നും ആയിരിക്കത്തില്ല, കാരണം ഡ്രൈ സ്കിൻ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും. പിന്നെ ഈ സുഷിരങ്ങളെല്ലാം വികസിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രൈമർ ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ മേക്കപ്പൊക്കെ അതിൻ്റെ മേലിലേ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ സുഷിരങ്ങളുടെ അകത്തോട്ടൊക്കെ മേക്കപ്പ് പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പ്രൈമർ എപ്പോഴും കുറച്ചെടുത്തതിന് ശേഷം ഇതൊരു ജെൽ ടെക്സ്ചറാണ്. ഇത് കുറച്ചെടുത്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഇപ്പം ഇവിടെയൊക്കെയാണ് ഒത്തിരി സുഷിരങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ ഭാഗത്തൊക്കെയാണ് ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്തിട്ടും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് സ്കിന്നിൽ പിടിക്കണം. പിന്നെ ഈ ഭാഗത്തും നമുക്ക് കൂടുതൽ സുഷിരങ്ങൾ തുറന്നാണ് ഇരിക്കുന്നത്. ഇതും ഇവിടെയും അങ്ങനെ തന്നെയാണ്. പ്രൈമർ ഇട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന ശേഷം മാത്രമേ നമ്മൾ അടുത്തത് തുടങ്ങാവൂ. ഇപ്പോൾ പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞു. 2 മിനിറ്റായി. ഇതെല്ലാം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അത് പിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കണ്ണിൻ്റെ ചുറ്റാകമുള്ള കറുപ്പാണ് നീക്കാൻ പോകുന്നത്. അത് കറക്ടറും കൺസീലറും ഉപയോഗിക്കാം. അപ്പോൾ കറക്ടർ എന്ന് പറയുന്നത് പല കളറായിട്ടിരിക്കും, ഓറഞ്ച്, ഗ്രീന്. അപ്പോൾ നമ്മുടെ ഈ കണ്ണിൻ്റെ ചുറ്റാകെ ഒരുപാട് കറുപ്പുണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കറക്ടർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറുപ്പിനേക്കാളും 2 ഷെയ്ഡ് കൂടുതലുള്ള കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള കളറുള്ള കൺസീലർ ഇട്ടാലും അത് മറയും. പക്ഷേ ചില സമയത്ത് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഒരു കറക്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേളിൽ നല്ല ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നല്ല ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ മൈഗ്ലാം എന്ന് പറഞ്ഞ ഒരു പാലറ്റ് ഉണ്ട്. ആ പാലറ്റിൽ ഇതിൽ കറക്ടറുണ്ട്, കൺസീലറുണ്ട്. കറക്ടർ നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് മായാൻ എപ്പോഴും
ഓറഞ്ച് കറക്റ്റർ ഉപയോഗിക്കണം. ചിലർ നല്ല വെളുത്ത നല്ല ഫെയർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് നല്ല റെഡ് കളറിലുള്ള വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ ഗ്രീൻ കളറാണ് ഉപയോഗിക്കാനുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഓറഞ്ചാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഓറഞ്ച് കറക്റ്റർ വെച്ചാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ചുറ്റാകെ വരയ്ക്കാൻ പോകുന്നത്. കണ്ണിൻ്റെ ചുറ്റെന്ന് വെച്ചാൽ മേളിൽ അധികം ഇടത്തില്ല, താഴെ മാത്രം നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട് പതുക്കെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റിയേ എടുക്കാവൂ, ഒരുപാട് എടുക്കരുത്. നമ്മുടെ കൈ തന്നെ മതിയാകും ഇടാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഈ കണ്ണിൻ്റെയും ഈ കണ്ണിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓറഞ്ച് ഇട്ടപ്പോൾ തന്നെ കുറച്ചൊന്നും മറിഞ്ഞ്, ഒരുപാട് അങ്ങ് മറയ്ക്കാനും നോക്കരുത് നിങ്ങൾ. അപ്പോൾ വല്ലാതെ എന്തോ എടുത്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് തോന്നും. കുറച്ചൊന്നും മറയ്ക്കുക, കുറച്ച് മുഖത്തിനൊരു ബ്രൈറ്റ്നസ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഏജുകാർക്ക് വേണ്ടിയത്. ഈ വശവും ഞാനിനി ഇവിടെയൊക്കെ കറുപ്പുള്ളവരും അങ്ങനെ തന്നെ ചെയ്യുക. കുറേശ്ശെ ഇട്ടിട്ട് മറഞ്ഞില്ലെങ്കിൽ ഒരു ശകലം കൂടെ ഇട്ടാൽ മതി. ഒരുപാട് എടുത്ത് ആദ്യമേ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറയ്ക്കാനും പറ്റൂല. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടിയിട്ടിരിക്കുന്ന മോയ്സ്ചറൈസർ പോവും, പ്രൈമർ പോവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് ബിൽഡപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഇട്ട് തെളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കയ്യിലെടുക്കുക, കുറച്ചുകൂടെ വീണ്ടും അവിടെ തന്നെ ഒന്ന് ഇടുക. കണ്ടോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് പിടിച്ച് കഴിയുമ്പം നല്ല ഡാർക്കായിട്ടുള്ളൊരു കളർ അതിൻ്റെ മേളിൽ കൊടുക്കുക. ഡാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം ഇതിൽ അത്രയും വലിയ ഡാർക്കായിട്ടുള്ളതില്ല. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഓൺ ദ മൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസീലർ പാലറ്റാണ്. ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ അതിലും ഓറഞ്ചും ഉണ്ട്, നല്ല ഡാർക്ക് ഷെയ്ഡുകളും ഒക്കെ ഉണ്ട്, ലൈറ്റ് ഷെയ്ഡും ഉണ്ട്. അപ്പം ഇനി അതിൽ നിന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ആ പാലറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിലും ഓറഞ്ചുണ്ട്. ഇതുപോലത്തെ ഒരു പാലറ്റ് വാങ്ങിക്കാം. പക്ഷേ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളൊരു കൺസീലർ വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി നിങ്ങൾ ഇപ്പോൾ ലുലു മോളിലോ അങ്ങനെയുള്ള ഒരു മോൾസിൽ പോകുകയാണെങ്കിൽ അവിടെ മേക്കപ്പ് ചെയ്യാൻ നല്ല പരിചയമുള്ള പെൺകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് ഒരുപാട് ഗ്ലോയി വേണ്ട, നല്ല നാച്ചുറൽ ഫിനിഷിൽ ഇരിക്കണം, അങ്ങനെയുള്ള മേക്കപ്പ് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്ത് ഒന്ന് ട്രൈ ചെയ്ത് അതെല്ലാം ഒന്ന് ആക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇട്ട ഉടനെ തന്നെ വാങ്ങരുത്. ഒന്ന് കുറച്ച് അവിടെയൊക്കെ കടകളിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നൊന്ന് കണ്ണാടി നോക്കുക. അത് കുറേ കൂടി ഡാർക്കായിട്ട് നിങ്ങളുടെ മുഖത്തിന് ഇരുൾച്ചയാണ് വരണമെങ്കിൽ അത് നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ കുഴപ്പമില്ല. പക്ഷേ ഒന്നോ രണ്ടോ ഷെയ്ഡ് ലൈറ്ററായിട്ടുള്ളത് വാങ്ങണം. ചില സാധനങ്ങൾ നമ്മൾ സൂര്യപ്രകാശവും ഈ വെളിയിലൊക്കെ പോകുമ്പോൾ ഓക്സിഡൈസ് ആകുമെന്ന് വെച്ചാൽ കറുക്കും, നമ്മൾ കുറച്ചുകൂടെ ഇരുൾച്ച ഉണ്ടാക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരുൾച്ച വന്നാലും നമ്മുടെ കളറിലേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓക്സിഡൈസ് ആകാത്ത സാധനങ്ങൾ വാങ്ങണം. അങ്ങനെയും നിങ്ങൾക്ക് ശ്രമിക്കാം. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലർക്കും അറിഞ്ഞുകൂടാ. കടയിൽ പോയി അവരിട്ട് കൊടുക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വാങ്ങിക്കും. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ കറുത്ത മാതിരി ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമേ തന്നെ പറയണം, എനിക്ക് ഓക്സിഡൈസ് ആകാതെ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ട് തന്നെ എൻ്റെ മുഖം ഇരിക്കണമെന്ന് ആദ്യമേ പറയണം. നമ്മുടെ കറുത്തിരുന്ന കണ്ണിൻ്റെ ചുറ്റിനുമല്ല, താഴെ അണ്ടർ ഐയിൽ നമ്മൾ ഓറഞ്ച് കൊടുത്തു. ഇനി ഞാൻ ഇടാൻ പോകുന്ന നല്ല ഒരു ഡാർക്ക് ഷെയ്ഡാണ്. കണ്ട, ഇതും ഒരു നല്ല ക്രീമി ടെക്സ്ചറാണ്. പിന്നെ നിങ്ങൾ ഇതിടുമ്പോൾ ഇങ്ങനെ തേച്ചല്ല പിടിപ്പിക്കാനുള്ള, ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം ചെയ്യാനുള്ളത്. കാരണം തേച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് എല്ലാം കൂടെ ഇളകി മേളിൽ വരും. കറുപ്പ് കുറേ അടഞ്ഞില്ലേ? കറുപ്പ് കുറേ അടഞ്ഞു കഴിയുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യാനുള്ള, ഇതിനൊരു 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഇനി ലൈറ്റ് ഷെയ്ഡ് ഞാൻ ഈ പാലറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. ഈ പാലറ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൽ ഇതാണ് ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അത് കൊടുക്കും. അത് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് ഞാൻ കണ്ണിൻ്റെ മേളിലും കൊടുക്കും. കണ്ണിൻ്റെ മേളിൽ കുറച്ച് ബ്രൈറ്റ് ആയിരുന്നു. നമുക്ക് ഐ ഷാഡോ ഒക്കെ ഇടുകയാണെങ്കിൽ അത് നന്നായിട്ട് നല്ല പോപ്പ് ചെയ്തിരിക്കും, നല്ല എടുത്ത് കാണിക്കും കണ്ണിൻ്റെ മേളിൽ. ഇപ്പോൾ ഇവിടെ ഇത്രയും വെളുപ്പിച്ചിട്ട് കണ്ണിൻ്റെ മേളിൽ കളർ ചെയ്യാതിരുന്നാൽ വൃത്തികേടാണ്.
കണ്ണിൻ്റെ മേളിൽ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ണിൻ്റെ മേളിൽ ഓറഞ്ച് കറക്റ്റ് യൂസ് ചെയ്താൽ ഒരുപാട് വൃത്തികേടായി പോകും. അതുകൊണ്ടാണ് ഒരു കളർ കൊടുക്കുക. കളർ കൊടുത്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് പൗഡറാണ് എപ്പോഴും നല്ലത്. ട്രാൻസ്ലൂസൻ പൗഡർ എന്ന് പറയും, അതാണ് നല്ലത്. പക്ഷേ അതെൻ്റെ കയ്യിലില്ല. ഞാൻ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡർ തന്നെയാണ്. കോമ്പാക്ട് പൗഡർ കുറച്ചൊന്ന് ഇതിലെടുത്തതിന് ശേഷം നമ്മളൊന്ന് അമർത്തി അതിനെ ഒന്ന് സീൽ ചെയ്യുക. ഇനി ഈ 2 സാധനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആകാതിരിക്കാൻ വേണ്ടി നമ്മളിത് നല്ലോണം വെള്ളത്തിൽ കുതിർത്ത് നല്ലവണ്ണം വെള്ളം ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇതങ്ങ് വികസിക്കുമ്പോൾ നമ്മൾ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ഇത് വെച്ച് ഇങ്ങനെ അമർത്തി തേക്കരുത്. അമർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മുടെ സ്കിന്നിലായില്ല എന്ന് നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ്, ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതെന്തുവാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് പൗഡറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് ഇവിടെയൊക്കെ പൗഡർ അപ്ലൈ ചെയ്തില്ലേ, അപ്പം ലൂസ് പൗഡർ എടുത്ത് പതുക്കെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇടയിലൊക്കെ ഇതെല്ലാം ഉണ്ടല്ലോ, അതിലൊന്നും കയറാതെ ഇരിക്കും. അപ്പം നമ്മൾ ലൂസ് പൗഡറും അല്ലെങ്കിൽ ലൂസ് സ്പോഞ്ച്, ട്രാൻസ്ലൂസൻ പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇതിലേതെങ്കിലും ഒന്ന് ഇടാനുള്ളതാണ് ഈ സ്പോഞ്ച്. മേബിലിൻ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണിത്. ഇതാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത്. അത് എടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ അതൊന്ന് തേക്കുക. അപ്പോഴത്തേക്ക് ഒരുപാട് നമ്മുടെ മുഖത്ത് വരത്തില്ല. നമ്മുടെ കയ്യിലൊന്ന് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ കുറേ കയ്യിലങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക ഇങ്ങനെ. ഇനി നമ്മുടെ കയ്യിൽ ബഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നമ്മുടെ കണ്ണിന് ചുറ്റാകെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലെല്ലാം ഇത് കയറിയിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ബഡ്സ് ഉണ്ടെങ്കിൽ പതുക്കെ അതെടുത്ത് ആ ലൈനിൻ്റെ ഇടയിൽ നിന്ന് പതുക്കെ അത് അങ്ങ് എടുത്ത് കളയണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒന്നും തേക്കാൻ നടക്കരുത്. ഇതേപോലത്തെ ബഡ്സ് അല്ലെങ്കിൽ ക്യൂ ടിപ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് ഒന്ന് പതുക്കെ എടുത്ത് കളയും. ഇനി ഞാൻ ഇടുന്നത് ഫൗണ്ടേഷനാണ്. ഇത് മൈഗ്ലാമിൻ്റെ തന്നെ ഏജ് ഡിഫൈയിങ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്നത്. ഒരുപാട് ഫൗണ്ടേഷൻസ് നിങ്ങൾക്ക് കടയിലും എല്ലാം കിട്ടും, പക്ഷേ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. ഇതാണ് ഞാൻ ഇടുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ഇടാറില്ല അധികം. ഫൗണ്ടേഷന് പകരം ഞാൻ BB ക്രീമാണ് ഇടുന്നത്. BB ക്രീം ഇഷ്ടം പോലെ ഇപ്പം നല്ല BB ക്രീംസ് ഉണ്ട്. അതിടുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ട് തോന്നും. അതിനേക്കാളും നല്ലത് എപ്പോഴും BB ക്രീം തന്നെയാണ്. ഇത് സ്മാഷ് ബോക്സിൻ്റെ BB ക്രീമാണ്. ഇത് നല്ല ഒരെണ്ണമാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് BB ക്രീം. ഇത് അത്ര പോരാ, പക്ഷേ ഇതും എൻ്റെ കയ്യിലുണ്ട്. ഇത് അധികം തീർന്നിട്ടില്ല. സ്മാഷ് ബോക്സിൻ്റെ തീരാറായി, ഫൗണ്ടേഷനും തീരാറായി. ഇത് വളരെ ലൈറ്റാണ് ഈ ഫൗണ്ടേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് BB ക്രീം ആയിരിക്കും. ഇത്രയും മതിയാവും. ഫൗണ്ടേഷൻ ബ്രഷാണ്. ഇതേപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ ബ്രഷായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഇത് ഇടാൻ നേരത്ത് നല്ലവണ്ണം ബ്രഷിൽ എല്ലായിടത്തും ആക്കുക. അതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നിങ്ങൾ എത്രത്തോളം സ്കിന്നിൽ നല്ലോണം ടാപ്പ് ചെയ്ത് കയറ്റാൻ പറ്റുമോ അത്രത്തോളം നല്ല ഫ്ലോലെസ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഞാൻ കോമ്പാക്ട് പൗഡറാണ് ഇടാൻ പോകുന്നത്. അതിൽ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് അതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. ഡയറക്റ്റായിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. എല്ലായിടവും ഇടുമ്പോഴത്തേക്ക് കഴുത്തും കൂടെ മറന്നു പോവാതെ ഇടണം. ഞാൻ ഇന്നിപ്പം ഇട്ടത് സ്റ്റേജിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. അത് ഞാൻ ഇട്ടിട്ട് തീരാറായി. അതൊരു ലൈറ്റ്, കുറച്ചുകൂടെ എൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഇപ്പം ഫൗണ്ടേഷൻ ഇച്ചിരി ഡാർക്കായി പോയി എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബ്രൈറ്റായിട്ട് തന്നെ നമ്മുടെ മുഖം തോന്നിക്കും. അപ്പം അത് ഒരു ടിപ്പാണ്. അപ്പോൾ ഇപ്പം ഞാനിട്ടത് സ്റ്റേസിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇട്ടത്. അത് വളരെയേറെ എനിക്ക് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. ഇതിലൊരു ഓറഞ്ച് ഷെയ്ഡുണ്ട് ഈ ഐ ഷാഡോ പാലറ്റിൽ. ആ ഓറഞ്ച് ഷെയ്ഡ് കണ്ണിൻ്റെ മുകളിലോട്ട് ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് കുറച്ചുകൂടെ ഒന്ന് മറഞ്ഞു കിട്ടും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഒരു ഓറഞ്ചിഷ് കളർ വരുന്നൊരു ഷെയ്ഡ് എപ്പോഴും കണ്ണിൻ്റെ മുകളിൽ കൊടുത്തിരുന്നാൽ നിങ്ങൾക്ക് ആ കറുപ്പ് ഒന്ന് മറഞ്ഞു കിട്ടും. വളരെ ലൈറ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്, കാരണം ഇല്ലെങ്കിൽ അതൊരുപാട് കളറ് ആയി പോകും.
ഇത് പ്രോ ആർട്ടിൻ്റെ ഒരു ബ്രഷാണ്, ഐ ഷാഡോ ബ്രഷ്. ഇതുപോലെ ഒരു ബ്രഷ് വാങ്ങി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഐ മേക്കപ്പിന് അത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ സഹായിക്കും. പലപ്പോഴും കണ്ണിലൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് കണ്ണുനീരൊക്കെ വരും. അപ്പോൾ എപ്പോഴും ഒരു ബഡ്സ് ഉപയോഗിച്ച് അതിനെ പതുക്കെ ഒന്ന് ഒപ്പിയേ എടുക്കാവൂ, അല്ലാതെ മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. റിങ്കിൾസിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നത് പതുക്കെ ഈ ബഡ്സ് വെച്ച് തന്നെ പതുക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കണ്ണെഴുതാം. എൻ്റെ കയ്യിലുള്ളത് ഡെയിലി ലൈഫ് ഫോറെവർ 52ൻ്റെ ഒരു കാജലാണ്. ഇത് നല്ല കാജൽ പെൻസിലാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാലും മതി. പിന്നെ ഒരു വൈറ്റ് കളർ കാജലും കൂടെ ഉണ്ട്. ആ വൈറ്റ് കളർ കാജൽ റിമ്മൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഒരു കറുപ്പും ഒരു വെള്ളയും ഉണ്ടെങ്കിൽ, ഇനി വെള്ളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്കിൻ കളർ ആയിരുന്നാലും മതി, ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലവണ്ണം കണ്ണ് തുറന്ന് ഇരിക്കാൻ വേണ്ടി സഹായിക്കും ഇത് രണ്ടും കൂടെ എഴുതുമ്പോൾ. അപ്പോൾ ആദ്യം കണ്ണിൻ്റെ മേളിലും താഴെയും എഴുതുക. മേളിലും താഴെ എഴുതുമ്പോഴാണ് കണ്ണിനൊരു ഭംഗി വരുന്നത്. ഇനി ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് പതുക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന കറുപ്പിൻ്റെ താഴെയായിട്ട് എഴുതുക. അപ്പോൾ കണ്ണിന് ഒരു ഒരു ഭംഗി കൂടുതലാവും, കണ്ണ് കുറച്ചുകൂടെ വികസിച്ച പോലെ ഇരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് കുറേ കൂടെ ഭംഗിയുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇനി അവിടെ ബ്രൗൺ കൊടുക്കാൻ മടിയുള്ളവർ ബ്ലാക്ക് കൊടുത്താലും മതി, പക്ഷേ ബ്രൗൺ ആണ് എപ്പോഴും കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നത്. ഇനി വൈറ്റ് കളർ കാജലെടുത്ത് കണ്ണിൻ്റെ അകത്ത് പതുക്കെ എഴുതുക. ഒരുപാട് എഴുതരുത്, ഒരുപാട് അമർത്തി എഴുതരുത്. വൈറ്റ് കളർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കണ്ണ് എൻഹാൻസ് ചെയ്തിരിക്കും. ഇത് റിമ്മലിൻ്റെ ആണ്. വീണ്ടും കറുത്ത കാജലെടുത്ത് ഒന്നും കൂടെ പുറത്തിങ്ങനെ പതുക്കെ എഴുതുക. ആ പുറത്ത് എഴുതുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗി കണ്ണിന് ഉണ്ടാവും. കണ്ണ് നല്ല തുറന്നിരിക്കുകയും ചെയ്യും, കണ്ണിന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഒരു ഐ ഷാഡോ പാലറ്റും, പിന്നെ അതൊരു ചെറിയ ഐ ഷാഡോ പാലറ്റ്, ഇത് ഐബ്രോ പാലറ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുത്ത് നമുക്ക് ഐബ്രോസ് ഒന്ന് നമുക്ക് ഡാർക്കൻ ചെയ്യാം. ഐ ഷാഡോ പാലറ്റിൽ ഡാർക്ക് ബ്രൗൺ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇല്ല ഐബ്രോ പാലറ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും വെച്ചും നിങ്ങൾക്ക് ഐബ്രോസ് നല്ല ഒരു ഷേപ്പ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് എടുത്ത് അതൊന്ന് എക്സസ് കളഞ്ഞതിന് ശേഷം ഒന്ന് അതിന് ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് സ്പൂളി വെച്ച് നിങ്ങൾ നല്ലോണം അതിന് കുറച്ചുകൂടെ എല്ലായിടവും ആകത്തക്ക രീതിയിൽ നിങ്ങൾ ഒന്ന് അതിനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക സ്പൂളി വെച്ച്. ഇതിപ്പം രണ്ട് സൈഡും ഞാൻ എഴുതുന്നതാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ വീട് വൃത്തിയാക്കാൻ ആൾ വന്നുകൊണ്ടാണ്. അപ്പോൾ അവരുടെ മുന്നിൽ അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പം അത് ആ സ്പൂളി വെച്ചും കൂടെ ചെയ്തപ്പോൾ നല്ല ഒരു ഷേപ്പ് കിട്ടിയില്ലേ. നേരത്തെ ഇത്രയും ഇല്ലായിരുന്നു. എനിക്ക് ഐബ്രോസ് വളരെ കുറവാണ്, പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഷേപ്പായി കിട്ടി. ഇതാണ് സ്പൂളി. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. സ്പൂളി വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, അപ്പം നമ്മുടെ പുരികം നന്നായിരിക്കും. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തത് ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഷുഗറിൻ്റെ മർഫി ബ്രൗൺ 13 നമ്പർ മർഫി ബ്രൗൺ ആണ്. ഇത് നല്ലൊരു കളറാണ്, നല്ലൊരു ഷെയ്ഡാണ്, എല്ലാവർക്കും സ്യൂട്ട് ആവുന്നതാണ്. പ്രത്യേകിച്ച് ഡസ്കി സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് യോജിക്കുന്നതാണ്. അപ്പം അതാണ് ഞാൻ ഇന്നിപ്പം ഇട്ടത്. ഫേസസ് കാനഡയുടെ ഒരു മേക്കപ്പ് ഫിക്സറുണ്ട്, ഒരു സ്പ്രേ ആണ് ഫേസസ് കാനഡയുടെ. അതുകൂടെ ഞാനെടുത്ത് ഒന്ന് നല്ലവണ്ണം ഷേക്ക് ചെയ്തിട്ട് മുഖത്തോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിച്ച മേക്കപ്പ് എല്ലാം നന്നായിട്ട് ഫിക്സ് ആയിക്കൊണ്ടിരിക്കും. കുറച്ചൊരു പൗഡറൊക്കെ ഇട്ട് ഒരുപാട് എക്സസ് ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അത് ഉറച്ച് ഇരിക്കുകയും ചെയ്യും. മേക്കപ്പ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഒന്ന് എല്ലായിടവും പ്രസ് ചെയ്താൽ മതിയാകും. കണ്ണിൽ മസ്കാര ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഐലാഷ് കേളർ എടുത്തിട്ട് ലാഷസ് ഒന്ന് നല്ലോണം കേൾ ചെയ്യും. ലാഷസ് കേൾ ചെയ്തിട്ട് മസ്കാര ഇടുകയാണെങ്കിൽ കണ്ണിനൊരു പ്രത്യേക ഭംഗി കൊടുക്കും. വെച്ചാൽ ഈ കൺപീലിയെല്ലാം നല്ല വിടർന്നിരിക്കും. അതിൽ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഓഫ് മസ്കാര ഉണ്ട്. ആ 2 ടൈപ്പിൽ ഒന്ന് ട്രാൻസ്പെയറൻറ്റും ഒന്ന് ബ്ലാക്ക് കളറുമാണ്. ബ്ലാക്ക് കളർ വന്നത് സ്റ്റേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്പനിയുടെയാണ്. ട്രാൻസ്പെയറൻ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന എപ്പോഴും
ഞാൻ ട്രാൻസ്പെറൻറ്റ് കളർ ഇല്ലാത്തതാണ്. കാരണം കളറിട്ട് എഴുതുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ കണ്ണിൻ്റെ പീലിയിലൊക്കെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ഈ പ്രായമായതുകൊണ്ടായിരിക്കാം ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാത്ത നിങ്ങളുടെ കറുപ്പാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്തു. അപ്പോൾ ഈ മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.